നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചാനലിലൂടെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് 3 നേതാക്കൾ നടത്തിയ പ്രതികരണം, CPMൻ്റെ 3 പ്രമുഖ നേതാക്കൾ നടത്തിയ പ്രതികരണം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതിൽ പ്രധാനമായിട്ടും പ്രതികരിച്ചിരിക്കുന്നത് CPMൻ്റെ ഗോവിന്ദൻ മാഷിന് ശേഷമുള്ള പ്രമുഖ താത്വിക ആചാര്യനും പിന്നെ പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ ഗഗനമായ അറിവുള്ള വ്യക്തിയുമായ M. സ്വരാജ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ പ്രസംഗങ്ങളെല്ലാം തന്നെ വളരെ നിലവാരമുള്ള പ്രസംഗങ്ങളാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളും മുന്നിലിരിക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമൊന്നുമില്ല. എങ്കിലും അദ്ദേഹം സംസാരിച്ചിങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഒരിടക്കാലത്ത് അയ്യപ്പൻ്റെ കല്യാണം പോലും നടന്നു എന്ന് സ്വന്തമായി അവകാശപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ പ്രശ്നത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ജയരാജൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, പിന്നെ അവസാനമാണ് നമ്മുടെ ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഡോക്ടർ അഡ്വക്കേറ്റ് A. റഹീമിൻ്റെ പ്രസ്താവന. ഈ 3 നേതാക്കളുടെയും പ്രസ്താവനയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോയിൽ പറയുമ്പോൾ പ്രധാനമായി പറയാനുള്ളത്, ജയരാജൻ പറഞ്ഞു ED ഉദ്യോഗസ്ഥർ അപക്വമായി പെരുമാറി. അവരവിടെ ഉണ്ട്, ചായയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് വളരെ പതുക്കെ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം നടക്കില്ലായിരുന്നു. അപ്പോൾ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പല പ്രശ്നങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. M. സ്വരാജ് പറഞ്ഞത് എന്താണ്? അക്രമം അവിടെ നടന്നിട്ടില്ല, ED ഉദ്യോഗസ്ഥരെ ആരും ആക്രമിച്ചിട്ടില്ല. ഇതൊക്കെ എന്ത് അക്രമം? ഇനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതായത് CPMൻ്റെ യഥാർത്ഥ അക്രമ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളൊരു സൂചന പോലെയാണ് അതിനകത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ഈ ആക്രമണമുണ്ടോ എന്ന് എവിടെയെങ്കിലും തിരിച്ചറിയണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭൂതക്കണ്ണാടിയുടെ ആവശ്യമില്ല. അവിടെ നടന്ന വിഷ്വൽസ് എല്ലാം ചാനലുകാരെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച് വലിയ സ്ക്രീനിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ എത്ര പ്രതികളുണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റും. അതാണ് ശാസ്ത്രീയമായി കണ്ടുപിടിക്കുക. അല്ല, ഭൂതക്കണ്ണാടി പഴയ കാലത്തെ ഒരു സംഭവമാണ്. ഭൂതക്കണ്ണാടി എന്ന പേരിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയമായി പോലീസിന് കുറ്റം തെളിയിക്കാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. അല്ലാതെ M. സ്വരാജ് പറയുന്നത് കണക്ക് ഭൂതക്കണ്ണാടിയുടെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, അക്രമമേ നടന്നിട്ടില്ല എന്ന്. ഇനി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നാൽ മഹാനായ ഡോക്ടർ A. റഹീം പറഞ്ഞത്, ഒരു ടാക്സി വാഹനം തകർക്കപ്പെട്ടു. അപ്പോൾ അതിൽ ആ ഡ്രൈവറിന് ഒരുപാട് ആശങ്കകളുണ്ടായി. അത് നേതാക്കൾ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. ബാക്കി വാഹനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ധാർമ്മികത എന്നുള്ള വാക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു പിടിയുമില്ല. ഇത്രയും കാലം പ്രയോഗിക്കാത്ത ഒരു വാക്കാണത്. A. റഹീം പറഞ്ഞിരിക്കുന്നത് അക്രമം നടന്നുവെന്നും സ്വരാജ് പറഞ്ഞിരിക്കുന്നത് അവിടെ അക്രമം നടന്നിട്ടില്ല എന്നും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞിരിക്കുകയാണ് പക്വതയില്ലാത്ത പെരുമാറ്റമാണ്. അപ്പോൾ പല നേതാക്കൾക്കും ഇതിനെക്കുറിച്ച് പല പ്രതികരണം. എന്തായാലും അക്ഷരാർത്ഥത്തിൽ അവർ 3 പേരും പറയുന്നത് അക്രമമേ നടന്നിട്ടില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ പോയ വാഹനങ്ങൾ ടാക്സി വാഹനങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ സാധാരണ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് സീനിയർ നേതാക്കൾക്കോ തോന്നാത്തത് വലിയ അതിശയമാണ്. ഇനിയിപ്പോൾ ED നടപടികൾ കടുപ്പിക്കുകയും അതിനനുസരിച്ച് കേസും മറ്റുമായി ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പാവപ്പെട്ട ഈ സഖാക്കൾ ഇതിലേക്ക് എടുത്തു ചാടിയപ്പോൾ അറിഞ്ഞില്ല. അവിടെ നിന്ന മുതിർന്ന നേതാക്കൾ ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിന് ഒരു ശ്രമവും നടത്തിയതായി ആ വീഡിയോയിലൂടെ മനസ്സിലാവുന്നില്ല. അനുഭവിക്കാൻ പാവപ്പെട്ട സഖാക്കളും നേതാക്കളൊക്കെ തന്നെ വീണ്ടും നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിച്ച് അവരെ ഒരു വഴിയാക്കുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക, കേസുകളെ നിയമപരമായി നേരിടുക. സംഘർഷത്തിലോട്ട് പോകുന്തോറും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിലേക്കുള്ള കുരുക്ക് കൂടുതൽ മുറുകുകയാണ് ചെയ്യുന്നത്. എന്തായാലും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.